അർജുനായുള്ള തിരച്ചിലിന് ലോങ് ബൂം എക്സ്കവേറ്റർ എത്തിച്ചിരിക്കുകയാണ്. കരയിൽ നിന്ന് പുഴയിലേക്ക് 20 അടി ദൂരത്തിൽ ഇതിൻ്റെ കൈയെത്തും. 60 അടി ആഴത്തിൽ മണ്ണെടുക്കാനുമാകും. കോഴിക്കോട് സ്വദേശിയായ അർജുനുമായുള്ള തിരച്ചിലിന് ലോങ് ബൂം എക്സ്കവേറ്ററും ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലെ മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്താനാണ് ലോങ് ബൂം എക്സ്കവേറ്റർ എത്തിച്ചിരിക്കുന്നത്. ലോങ് ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് കരയിൽ നിന്ന് 20 അടി ദൂരത്തിലേക്ക് കൈനീട്ടി 60 അടി ആഴത്തിൽ മണ്ണു മാന്താൻ കഴിയും. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിലിന് ലോങ് ബൂം എക്സ്കവേറ്ററും എത്തിച്ചിരിക്കുകയാണ്. സോണാർ പരിശോധനയിൽ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ വലിയ വസ്തുവിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയതോടെയാണ് വിശദമായ പരിശോധനയ്ക്ക് ലോങ് ബൂം എക്സ്കവേറ്റർ എത്തിച്ചിരിക്കുന്നത്. കരയിൽ നിന്ന് 20 അടി ദൂരത്തിലേക്ക് കൈനീട്ടി 60 അടി ആഴത്തിൽ മണ്ണു മാന്താൻ കഴിയുമെന്നതാണ് ലോങ് ബൂം എക്സ്കവേറ്ററിൻ്റെ പ്രത്യേകത. പോലീസ് അകമ്പടിയോടെ ലോങ് ബൂം എക്സ്കവേറ്റർ ദുരന്തഭൂമിയായ അങ്കോലയിൽ എത്തിച്ചു. അങ്കോല ഉൾപ്പെടുന്ന കാർവറിലെ MLA ആയ സതീഷ് കൃഷ്ണ സെയിലിൻ്റെ ആവശ്യപ്രകാരമാണ് ലോങ് ബൂം എക്സ്കവേറ്റർ എത്തിച്ചിരിക്കുന്നത്. ഗോവ, മംഗലപുരം എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ ലോങ് ബൂം എക്സ്കവേറ്റർ എത്തിക്കാനും ആലോചനയുണ്ട്. കരയിൽ നിന്ന് 20 അടി ദൂരത്തിലേക്ക് 60 അടി ആഴത്തിലേക്കും എക്സ്കവേറ്ററിൻ്റെ കൈയെത്തും. ഇതോടെ മണ്ണിടിച്ചിലിൽ പുഴയുടെ മധ്യഭാഗത്ത് രൂപപ്പെട്ടിരിക്കുന്ന മൺകൂന നീക്കം ചെയ്ത് അർജുനുള്ള ലോറി അവിടെയുണ്ട് എന്ന് ദൗത്യസംഘത്തിന് പരിശോധിക്കാനാകും. പോസിറ്റീവ് ഫലമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് സ്ഥലം MLA സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു. കരയിൽ നിന്ന് 20 അടി ദൂരത്തിലേക്ക് കൈനീട്ടി 60 അടി ആഴത്തിൽ മണ്ണുമാന്താൻ കഴിയും. ഒരു റഡാർ, ഡ്രോൺ എന്നിവ കൂടി സ്ഥലത്തേക്ക് എത്തിക്കുകയും ചെയ്യും. അർജുനെ കണ്ടെത്താനായി എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. ലോങ് ബൂം എക്സ്കവേറ്ററിന് വേണ്ടിയാണ് കാത്തിരുന്നതെന്ന് മഞ്ചേശ്വരം MLA AKM അഷ്റഫ് പറഞ്ഞു. അരമണിക്കൂറിനുള്ളിൽ തിരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയുമെന്നും അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും MLA പ്രസ്താവനയിൽ അറിയിക്കുകയുണ്ടായി. അതേസമയം അർജുനായുള്ള തിരച്ചിൽ 9ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ചൊവ്വാഴ്ച സൈന്യം നടത്തിയ സോണാർ പരിശോധനകളാണ് പുഴയുടെ അടിത്തട്ടിൽ വലിയ വസ്തുവിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ഇത് അർജുൻ്റെ ലോറിയോ പുഴയിലേക്ക് മറിഞ്ഞ ടവറോ ആകാൻ എന്നാണ് നിഗമനം. ലോങ് ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് പുഴയിലെ മണ്ണ് നീക്കുന്നതോടെ ഇക്കാര്യത്തിൽ വ്യക്തത വരും. അത്യാധുനിക സാങ്കേതിക സംവിധാനമായ ഐബോർഡും തിരച്ചിലിന് എത്തിച്ചിട്ടുണ്ട്. ക്യുക്പേ എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് വാടകയ്ക്കെടുത്താണ് ഐബോർഡ് എത്തിച്ചിരിക്കുന്നത്. മലയാളിയായ റിട്ടയർഡ് മേജർ ജനറൽ M ഇന്ദ്രബാലും സംഘവും ഇന്ന് ദൗത്യത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. അർജുനെ എത്രയും വേഗം തിരിച്ചെത്തിക്കാനാകും എന്ന് പ്രതീക്ഷകളുണ്ട്.